സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ പ്രചാരണത്തിൽ ഡിജിപിക്ക് പരാതി നൽകി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ്. വെള്ളിയാഴ്ചകളിൽ വിദ്യാർത്ഥികൾ മതപരമായ ചടങ്ങുകൾക്ക് സ്കൂളിന് പുറത്തു പോകുന്നത് കർശനമായി നിരോധിക്കുമെന്നതായിരുന്നു വ്യാജ പ്രചാരണം. മാനസ മനോജ് ചേരുകയായിരുന്നു. മാനസ, ഇങ്ങനെയൊരു പ്രചാരണം വഴി വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും ഒക്കെ കരിവാരിത്തേക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ പരാതിയുമായി പോകുകയാണ് മന്ത്രിയുടെ ഓഫീസ്, അല്ലേ? തീർച്ചയായും വസുധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടന്നത്. അതിൽ മന്ത്രി തന്നെ നേരിട്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോസ്റ്റ് തികച്ചും വ്യാജമാണെന്നും ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു മന്ത്രി അറിയിച്ചത്. ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഡിജിപിക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകി എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വ്യാജ പ്രചരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ മതപരമായ ചടങ്ങുകൾക്കായി സ്കൂളിന് പുറത്തു പോകുന്നത് കർശനമായി നിരോധിക്കും എന്നതായിരുന്നു. അത് സത്യവിരുദ്ധമായ കാര്യം എന്നത് മാത്രമല്ല, മന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള നൽകിയായിരുന്നു ഇത്തരത്തിൽ ഒരു വ്യാജ പോസ്റ്റ് ചിത്രീകരിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഓഫീസും നിയമ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. നിലവിൽ ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാജ പ്രചാരണത്തിൽ പരാതിയിലേക്ക് പോകുകയാണ് മന്ത്രിയുടെ ഓഫീസ്.